ഹായ് മുത്തുമണീസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് 13ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ. ഞാൻ ഉമ്മയും ആദ്യം തന്നെ പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കി എടുത്തിട്ടോ. അതിനുശേഷം ഞാൻ കറിയിലേക്കുള്ള ഉള്ളി, തക്കാളി, പിന്നെ സ്നാക്സ് ആയിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ തുറച്ച് റെഡിയാക്കി അരിഞ്ഞ് എടുക്കാട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ചീരുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടോ കറിയിലേക്കുള്ള. അങ്ങനെ ചട്ടിപ്പത്തിരിക്കുള്ള മസാലകളൊക്കെ ഞാൻ റെഡിയാക്കി തുടങ്ങിയിട്ടോ. റെഡിയാക്കുന്ന ഇടയിൽ തന്നെ ഞാൻ ചട്ടിപ്പത്തിരിക്കുള്ള മാവ് റെഡിയാക്കാം കേട്ടോ. അതിൽ തന്നെ ഞാനൊരു പാനിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു മുട്ടയും കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ. ഞാൻ ഉള്ളിയൊക്കെ വാടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടോ. അപ്പോൾ ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ മോള് വന്നിട്ട് ഇങ്ങനെ മുന്നിൽ ഓരോന്ന് കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് ദോശ ചുട്ടിട്ട് എടുത്തിട്ടാട്ടോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ദോശ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് കുക്കറൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് അതിൽ ദോശ മുക്കി എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് കേട്ടോ ഞാനിങ്ങനെ ഓരോ ലെയറിൽ ഇങ്ങനെ മസാല ഇട്ട് കൊടുത്ത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഇടയിൽ കൂടെ അവൾ സ്കൂളിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവൾ എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കട്ടെ എൻ്റെ കൂടെ തന്നെ. അപ്പോഴേക്കും ഉമ്മ അവിടെ കറി റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉമ്മ ബത്തൊക്കെ വെച്ചിട്ട് ജ്യൂസ് അടിക്കുക കേട്ടോ. അങ്ങനെ അവൾ മേലേക്ക് കഴുകി വന്നിട്ട് അപ്പോഴേക്കും ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവർ ചായ കുടിക്കുക കേട്ടോ. അപ്പോഴേക്കും ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉമ്മ അവിടെ പത്തിരി ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പണി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തതാട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞാണ്ട് ഞാനും മക്കളും കൂടി വാർപ്പിൻ്റെ ഉറവ് പോയിട്ട് അവിടെ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി വാർപ്പിൻ്റെ ഉറവ് കയറിയിട്ടോ. പേരക്ക എന്താ മോളെ കയ്യിൽ കപ്പട്ടിയോ? പേരക്ക. അങ്ങനെ ഞങ്ങൾ പേരയ്ക്കും ഫ്രഷും ഫ്രൂട്ടൊക്കെ അറുത്ത് താഴേക്ക് വന്നിട്ടോ. താഴേക്ക് വന്നപ്പോൾ ഇവിടുത്തെ കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൂന്നാളും ഒരുമിച്ച് പിന്നെ കളിക്കായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുക്കാനായപ്പോഴേക്കും ഓല് കളി കഴിഞ്ഞ് അകത്ത് കയറിയിട്ടോ. പിന്നെ അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്നു കേട്ടോ. നോമ്പൊക്കെ തുറന്ന് പിന്നെ എല്ലാവരും കൂടി നിസ്കരിക്കാനൊക്കെ പോയിട്ടോ. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു വീഡിയോ ഇനി വരാം. ബൈ.